ഒരാൾക്ക് ഒരു മുണ്ടുകൊണ്ട് തലയിൽ കെട്ടി, വേറൊരു മുണ്ട് തലയിൽ കെട്ടിന മേലെ ചിറ്റിയേക്കുക, വേറൊരു മുണ്ട് തോളിൽ കൂടെ അങ്ങനെ വിരിച്ചേക്കുക. കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ല അയാൾക്ക് പെരയും കൂടി ഉണ്ടാവില്ല. അയലില്ലായിട്ടാണ് ഇങ്ങനെ ഒന്നായിട്ട് തലയിൽ കൊണ്ട് നടക്കുന്നത്. അയലുള്ളവർക്ക് ഇത് അവിടെ കൊളത്തി വെച്ചാൽ പോരെ ഒന്ന് അല്ലേ. 10 വിരലുണ്ട്, 10 വിരലും ഒരു മോതിരം. അപ്പം മനസ്സിലായി ഇയാൾക്കൊരു മേശയും കസേരയൊന്നും ഇല്ലാത്ത ആളാണ്. അല്ലാതെ അയാൾ ഔലിയാന്ന് മനസ്സിലായപ്പോൾ കൊണ്ട് 10 മോതിരം ഒരാക്കണ്ട. ഇത് ഊരിയൊക്കെ ഒരു സ്ഥലമില്ലായിട്ടേക്കാരം 10 കുട്ടി നടക്കണത്. അല്ലാതെ 10 മോതിരം ഇട്ടത് ഔലിയാൻ്റെ അടയാളാണ്. പിന്നെ ഓൻ അത് പറഞ്ഞിട്ട് ശരിയായി, ഇത് പറഞ്ഞിട്ട് ശരിയായി. അത് മാത്രമാണ് ശരിയാകല്. അള്ളാഹു വിലായത്തിന്റെ മർത്തബ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ അനുസരിച്ച് 5 വഖത്തെ നിസ്കാരം, അതിന്റെ സുന്നത്ത്, അങ്ങനത്തെ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ദീനിന്റെ അഹ്കാമുകൾ, ദീനിന്റെ ഫറള്, ദീനിന്റെ ഉജൂബ്, ദീനിന്റെ സുന്നത്ത്, ദീനിന്റെ ഖറാഅത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല നിലക്ക് ജീവിക്കാൻ തൗഫീഖ് കിട്ടുക. അതാണ് വിലായത്തിന്റെ ഏറ്റവും വലിയ പദവി. അതാണ് ഏറ്റവും വലിയ വിലായത്തിന്റെ പദവി. നമ്മളെ നാട്ടിൽ ജീവിച്ചിരിപ്പുള്ള ഏറ്റവും വലിയ വലിയപ്പ ആരായിരിക്കും? ബഹുമാനപ്പെട്ട സമസ്തയുടെ അധ്യക്ഷൻ റഈസുൽ ഉലമാ സുലൈമാ ഉസ്താദ്. അല്ലാഹുവേ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലേ, ഒരു കറാഹത്തുള്ള ജീവിതമല്ല, ഒരു സുന്നത്ത് എടുക്കാത്തതില്ല, ഒരാളെ പറ്റി ഗീബത്തും നമീമത്തും ഇല്ല, ഒരാളെ പറ്റി ഒരു വേണ്ടാത്തതില്ല. ജീവിതത്തിൽ ഇതുവരെ നാവുകൊണ്ട് കളവ് പറഞ്ഞിട്ടില്ല. ദർസ് നടക്കാത്ത ഒരൊറ്റ ദിവസമല്ല. പല ഉസ്താദന്മാർക്കും വെള്ളിയാഴ്ച ലീവാണ് അല്ലേ, എല്ലാവർക്കും വ്യാഴാഴ്ച ഉച്ച വരെ ദർസ് നടത്തിയിട്ട് പിന്നെ ലീവാ. സുലൈമാൻ ഉസ്താദ് ഒതുക്കൽ യഹ്യാ ഉസ്താദിന് ഉച്ച വരെ ദർസ് നടത്തിയിട്ട് കുറച്ചേരം ഒന്ന് വിശ്രമിച്ച് കണ്ട് അസർക്കണ്ട് എത്തുമ്പോൾ എവിടേക്ക് കുണ്ടൂർ ഉസ്താദിൻ്റെ അവിടേക്ക്, അവിടെ ബുഖാരി ദർസാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ അടുത്ത് വെള്ളിയാഴ്ച രാവിലെ അവിടുത്തെ നോക്കിയാൽ വലിയ വലിയ ആലിമ്യങ്ങൾ വരും. പ്രധാനപ്പെട്ട ചില കിതാബുകൾ ബർക്കത്തിന് വേണ്ടി ദർസ് നടത്തി കൊടുക്കാൻ വെള്ളിയാഴ്ചയും ദർസ. ജീവിതത്തിൽ ഒരു കറാഹത്ത്, അല്ലാഹു തആല പൊരുത്തപ്പെടാത്ത ഒരു വാക്ക് നാവുകൊണ്ട് പറയാത്ത ഒരു മഹാമനീഷി, അതല്ലേ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ്. ഇനി വിലായത്തിന് നിങ്ങൾ എവിടെ തിരഞ്ഞെടുക്കണത്? അള്ളാഹു എന്ന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ്, യാ റബ്ബ് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. സുബ്ഹാന ജല്ല ജലാലു. എന്തൊക്കെ ഖൈറുകളാണ് ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ. ഓർത്തു നോക്കൂ സഹോദരന്മാരെ, നിങ്ങൾ എന്തൊക്കെ ഖൈറാണ് ജീവിതത്തിൽ. ബഹുമാനപ്പെട്ട ഉസ്താദ് മുഖേന കിട്ടുന്ന ഖൈറുകൾ എന്തൊക്കെയാണ്. ഒരൊറ്റ ദിവസം എത്ര സ്വലാത്താണ് ചൊല്ലിപ്പിക്കുന്നത്. രാവിലെ സുബഹി നിസ്കരിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദ് ദർസിനങ്ങോട്ട് ഇരുന്നാൽ ബുഖാരി ദർസ് ആരംഭിക്കാൻ അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി. അതാണ് പറയുമ്പോഴേക്ക് ആയിരക്കണക്കിന് മുതഅല്ലിമീങ്ങൾ ആലിമീങ്ങൾ സ്വല്ലല്ലാഹു. അങ്ങനെ എത്ര സ്വലാത്താണ്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ലക്ഷക്കണക്കിന് സ്വലാത്ത് അള്ളാഹു റസൂലിന്റെ ഹദറത്തിലേക്ക് എത്തിക്കുന്ന മഹാഭാഗ്യവാൻ. അല്ലാഹു റബ്ബി നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളോട് പറയുന്നത്, നമ്മുടെ ഹയാത്ത് കാലത്ത് ഒരു ദിവസം അധികം കിട്ടിയോ അതനുസരിച്ച് ഖൈറ് വേണം. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാഹ്. ബായാർ തങ്ങളുപ്പാപ്പ ഈ മജ്ലിസ് കാത്തിരുന്ന ആളാണ്. ഈ മജ്ലിസിൽ വർഷങ്ങളായി ഉപ്പാപ്പ വരും, നമുക്ക് ദുആ ചെയ്തു തരും. അൽഹംദുലില്ലാഹ്. ഈ വർഷവും ബഹുമാനപ്പെട്ടവരുടെ സാന്നിധ്യം നമുക്ക് വല്ലാത്ത ഒരു അനുഗ്രഹമായി. ഈ മിഅ്റാജ് രാവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദ് അവർക്ക് എല്ലാവിധ ഖൈറും നീ കൊടുക്കണേ അല്ലാഹ്, എല്ലാവിധ സന്തോഷം നീ കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. സയ്യിദന്മാരും ആലിമീങ്ങളും അവരുടെയൊക്കെ ഒരു സാന്നിധ്യം ഇതുപോലത്തെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ നമുക്കത് എത്രയോ വലിയ സമ്പാദ്യമാണ്. അൽഹംദുലില്ലാഹ്. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തി വന്നത്, നമ്മുടെ ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്, ഒരു ദിവസം, ഇതൊക്കെ നമുക്ക് സമ്പാദ്യമാവണം. നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നത് ദുനിയാവിലേക്കും സമ്പാദ്യം, ആഖിറത്തിലേക്കും സമ്പാദ്യം. നമ്മുടെ സമ്പാദ്യം നമ്മൾ വർദ്ധിപ്പിക്കണം. ഒരു ദിവസം നമ്മൾ ഭൂമിയിൽ താമസിക്കുമ്പോൾ ആ ഒരു ദിവസം നമുക്ക്
എന്താണ് സമ്പാദിക്കാൻ വേണ്ടി സാധിക്കുക? അതാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ആ സമ്പാദ്യങ്ങൾ ഇങ്ങനെ വർദ്ധിപ്പിക്കാൻ നമ്മുടെ ഖുർആൻ പാരായണത്തിന്റെ വർധനവ്, ദിക്റിന്റെ വർധനവ്, സ്വലാത്തിന്റെ വർധനവ്, അങ്ങനെ നമ്മുടെ ഓരോ വിഷയത്തിലും നമ്മുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മളെ സമ്പാദ്യങ്ങളൊക്കെ ആഖിറത്തിലേക്ക് പറ്റിയതാണ്. എല്ലാ സംഗതിയും ആഖിറത്തിലേക്ക് പറ്റിയതാണ്. അതാ ഞാൻ പറഞ്ഞത്, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് കണ്ടാലും നിന്റെ കയ്യിലുള്ള ചെടി നീ ഭൂമിയിൽ നട്ടുപിടിപ്പിച്ചുകൊണ്ട് നീ ഖൈറ് ചെയ്യണേ. അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അപ്പൊ ഒരു ദിവസം അധികം ജീവിക്കാൻ അള്ളാഹിനോട് ചോദിക്കുക, പടച്ചോനെ ആഫിയത്തുള്ള സലുല്ലാഹൽ ആഫിയ, നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കണം. തൊട്ടപ്പുറത്ത് മറ്റൊരു ഹദീസിൽ കാണാം സലുല്ലാഹൽ ഫിർദൗസ്, നിങ്ങൾ അള്ളാഹുവിനോട് ഫിർദൗസ് ചോദിക്കണം. സ്വർഗത്തിലെ ടോപ്പ് പദവിയാണ് ഫിർദൗസ്. അപ്പൊ കണ്ടങ്ങൾ, ആഫിയത്തോടു കൂടെ ഭൂമിയിൽ ജീവിച്ചെങ്കിലേ ഫിർദൗസ് കിട്ടാനുള്ള ഇബാദത്ത് എടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? ഫിർദൗസ് കിട്ടുന്ന ഇബാദത്ത് ഫി ജന്നത്തിൻ ആലിയ, ആ മേലെയായ സ്വർഗം കിട്ടണമെങ്കിൽ എന്ത് വേണം? അല്ലാഹു റബ്ബി സുജൂദ് ചെയ്യാൻ പറ്റണം. അപ്പൊ ആഫിയത്തും വേണം, സ്വർഗവും വേണം. അങ്ങനെയുള്ള സമ്പാദ്യത്തിന് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുക. ആവർത്തിച്ചു വരുന്ന പുണ്യരാത്രികളും പുണ്യ ദിവസങ്ങളും അത് നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. അർഹമുർ റഹീമേ, നമ്മളെ തന്നല മാനുഹാജിയുടെ നേതൃത്വത്തിൽ ഇവിടെ ആരംഭിച്ച ഈ മജ്ലിസ്, ഇതിന്റെ സന്തോഷം അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് നീ കാണിച്ചു കൊടുക്കണേ അല്ലാ. എങ്ങനെ ജീവിക്കണം? അള്ളാഹു തന്നിരിക്കുന്ന നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്ത് ജീവിക്കാൻ, അള്ളാഹ് തന്ന നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്ത് ജീവിക്കാൻ എങ്ങനെയാണ് ശുക്ർ ചെയ്ത് ജീവിക്കേണ്ടത് എന്ന് നമുക്ക് ജീവിച്ച് കാണിച്ചു തന്ന മഹത്തുക്കളാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. നമ്മളിവിടെ അനുസ്മരിക്കുന്ന ഖാജാ തങ്ങൾ, അള്ളാഹു അവിടുത്തെ ദറജ നീ വർദ്ധിപ്പിക്കണേ അല്ലാ. ഖാജാ തങ്ങൾ നിങ്ങൾ നോക്കൂ, ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തേക്ക്, ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാ രാജ്യത്തിന്റെയും പോലെയല്ല. ഇന്ത്യയിൽ മതങ്ങളായ മതങ്ങൾ മുഴുവനും, മനുഷ്യരായ മനുഷ്യർ മുഴുവനും, ഭാഷകൾ മുഴുവനും, സംസ്കാരങ്ങൾ മുഴുവനും, നിറങ്ങൾ മുഴുവനും എല്ലാം നിറഞ്ഞ ഒരു സ്ഥലമാണ്. ഇവിടേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓർഡർ പ്രകാരം ഖാജാ തങ്ങളെ നിശ്ചയിച്ചപ്പോൾ ഖാജാ തങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചിട്ട്, യാ മുഈനുദ്ദീൻ അന്ത സുൽത്താനുൽ ഹിന്ദി വ വലിയുഹ, ഓ മുഈനുദ്ദീനെ, നിങ്ങളെ ഇന്ത്യയുടെ രക്ഷാധികാരിയും ഭരണാധികാരിയുമായി നിശ്ചയിച്ചിരിക്കുന്നു. രക്ഷാധികാരിയും ഭരണാധികാരി, സുൽത്താനുൽ ഹിന്ദി വ വലിയുഹ, ഇന്ത്യയുടെ രക്ഷാധികാരിയും ഭരണാധികാരിയുമായി നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ലാക മസ്കനുക വ മദ്ഫനുക, ഇനി നിങ്ങൾക്ക് ഭൂമിയുടെ മുകൾ ഭാഗത്തും ഭൂമിയുടെ അടിഭാഗത്തും താമസിക്കേണ്ടത് ഇന്ത്യയിലാണ്. ഹയാത്ത് കാലവും മൗത്ത് കാലവും ഇന്ത്യയിലാണ്. ഈ ഓർഡർ പ്രകാരം ഖാജാ തങ്ങൾ പുറപ്പെടുമ്പോൾ നബിതങ്ങൾ ഇങ്ങനെ വരച്ചു കൊടുത്തിരിക്കുന്ന ഓർഡർ പ്രകാരം ബഗ്ദാദിലെത്തി. മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. ഇന്ത്യയിലേക്കുള്ള ആ സന്തോഷത്തോടു കൂടെ പുറപ്പെട്ടു. അവിടെ നിന്ന് പൊരുത്തം വാങ്ങി ഇന്നത്തെ അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാണ്ഡഹാറിലെത്തി. അവിടെ നിന്ന് മഹാനവർകൾ ഡൽഹിയിലെത്തി. അപ്പൊ ഡൽഹിയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആരാണെന്നറിയോ? പൃഥ്വിരാജനാണ്. അദ്ദേഹത്തിന്റെ കൈരേഖ നോക്കിയിട്ടോ മറ്റോ ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഈ രാജ്യത്ത് ഒരു ഫക്കീറായ മനുഷ്യൻ വരും. ആ ഫക്കീറായ മനുഷ്യൻ ഖാജാ തങ്ങൾക്ക് എന്ത് പട്ടാളം. ഖാജാ തങ്ങൾ ഇരുന്നിട്ട് എന്ത് ചെയ്തു? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശൈത്താനെയാണ് പറഞ്ഞയച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മലക്കുകൾ വരാൻ തുടങ്ങി. ഫാത്തിഹ ഓതി. പകൽ സമയത്ത് ഒരു ഖത്തം തീർത്തു. മഗ്‌രിബിക്ക് ശേഷം രണ്ടാമത്തെ ഖത്തം തുടങ്ങി. സുബഹിയായപ്പോഴേക്ക് രണ്ടാമത്തെ ഖത്തം തീർത്തു. ഖാജാ തങ്ങൾ ഒരു ദിവസം 2 ഖത്തം, പകലിൽ ഒരു ഖത്തം, രാത്രി ഒരു ഖത്തം. അള്ളാഹുവിന് ശുക്ർ ചെയ്ത് ജീവിക്കുമ്പോൾ സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റം നമ്മൾ മനസ്സിലാക്കണം. ഒരു ദിവസം നമ്മൾ അള്ളാഹുവിന്റെ ഭൂമിയിൽ അധികം ജീവിച്ചാൽ
നമ്മുടെ ദുനിയാവിലേക്കും സമ്പാദ്യം വേണം, ആഖിറത്തിലേക്കും സമ്പാദ്യം വേണം. ഒരാൾക്ക് അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന തൗഫീഖ് ഏതാണോ ആ തൗഫീഖ് ചെയ്യാൻ പറ്റുന്ന കാലത്ത് മുഴുവനും ചെയ്യണം. ഇപ്പൊ കുറെ റിട്ടേൺ ഗൾഫുകാരുണ്ട് ഇവിടെ, വെറുതെ ഈസ്റ്റ് വെസ്റ്റ് നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. കുട്ടികളെയാണ് പറഞ്ഞയച്ചുകാണ്ട്, അതൊക്കെ ശരി തന്നെയാണ്, കുട്ടികളാണ് പറഞ്ഞയച്ചു നന്ദോസക്കർ ആയത് തന്നെയാണ്. പക്ഷെ എന്തെങ്കിലുമൊക്കെ പണി വേണം, തൊഴിൽ എടുക്കുക എന്നത്. എന്തെങ്കിലും ഒരു തൊഴിൽ സമ്പാദിക്കണം. ഒരു ദിവസം ഇവിടെ ജീവിച്ചാൽ ₹1 അധികം കിട്ടണം. ഒരു ദിവസം ഇവിടെ അധികം ജീവിച്ചാൽ ഒരു സുബ്ഹാനല്ലാഹ്, ഒരു അൽഹംദുലില്ലാഹ്, ഒരു അല്ലാഹു അക്ബർ, ഒരു ഖുൽ ഹുവല്ലാഹു, ഒരു യാസീൻ, അല്ലേ? 10,000 വരുമാനം ഉണ്ടെങ്കിൽ ഒരു 1000 സദഖ ചെയ്യണം. 1000 വരുമാനം ഉണ്ടെങ്കിൽ ഒരു 100 സദഖ ചെയ്യണം. 100 വരുമാനം ഉണ്ടെങ്കിൽ ഒരു 10 സദഖ ചെയ്യണം. 10 വരുമാനം ഉണ്ടെങ്കിൽ ₹1 സദഖ ചെയ്യണം. ₹1 വരുമാനം ഉണ്ടെങ്കിൽ 10 പൈസ സദഖ കൊടുക്കണം. എന്ന് പറഞ്ഞാൽ നമ്മളെ വരുമാനം 2 ലോകത്തേക്കും വർദ്ധിപ്പിക്കണം. കുടിച്ച് ഇനി എന്താ പണി? ഒരു പണിയും ഇല്ലാതിരുന്നാണല്ലോ സുബഹിക്ക് നീച്ചാനും തോന്നൂല. പിന്നെ പണിയൊന്നും ഇല്ലാത്തപ്പോ സൂര്യൻ ഉദിക്കണതിന്റെ മുമ്പ് തന്നെ പിന്നെയും പോയി കടന്ന്. സൂര്യൻ ഉദിക്കണതിന്റെ മുമ്പത്തെ 2ാമത്തെ ഉറക്കണ്ടല്ലോ, അത് ലക്ഷണം കെട്ട ഉറക്കാണ്. അത് തീരെ നല്ല സമയമല്ല ഉറങ്ങാൻ. അപ്പൊ നമ്മൾ ജോലി ഇല്ലാത്തപ്പോ വീണ്ടും പോയി ഉറങ്ങാണ്. ഇനി ഉറങ്ങി നീച്ചു, ഇനി എന്താ പണി? പിന്നെ വേറെ സംഗതി ഉണ്ട്. ഈ വയസ്സായ കുറച്ചൊരു പ്രായമുള്ളവരും റിട്ടേൺ ഗൾഫ് വന്നവരും ആയ ആൾക്കാരോട് ഞാൻ പ്രത്യേകം പറയാണ്, നിങ്ങൾ പെരക്കാർക്കും ഒരു ഭാരാകരുത്. ഒന്നാമത് എന്താ നിങ്ങളിവിടെ ഇല്ലാതെ ശീലമായതാണ് പെണ്ണുങ്ങൾക്ക്. നിങ്ങളിങ്ങനെ ഓട്ടത്തരം പണയം വെച്ച മാതിരി കൊലയുമ്പോൾ തന്നെ ഇങ്ങനെ ഇരുന്നാണ്ടല്ലോ പെണ്ണുങ്ങൾക്ക് തീരെ ഇഷ്ടാവില്ല. ഒന്നേ ഇല്ലെങ്കിലും പോയി നോക്കിയ മനുഷ്യ. കാരണം എന്താ, നമ്മൾ ദേഷ്യം പിടിക്കാൻ തുടങ്ങും. നമ്മൾ ഗൾഫിൽ ഇങ്ങനെ ഒറ്റക്ക് നിന്ന് ചെയ്യലായതുകൊണ്ട് ഒരു കുട്ടി അങ്ങോട്ട് ഓടി, മറ്റേ കുട്ടി ഇങ്ങോട്ട് ഓടി, അപ്പോഴൊക്കെ പിന്നെ അടുക്കളയിൽ നിന്ന് ഒരു ക്ലാസ് പൊട്ടി, അപ്പോഴൊക്കെ മറ്റേതായി. ഇതിനൊക്കെ നമുക്ക് ദേഷ്യം വരും. അങ്ങനെ നമ്മൾ വെറുതെ ഇരിക്കാമല്ലോ, അല്ലേ? അപ്പൊ പേരക്കുട്ടിയൊക്കെ തോന്നും ഈ വല്യപ്പ ഒരു ശല്യമായല്ലോ. മക്കൾക്ക് തോന്നും ബാപ്പ എങ്ങനെയാണെങ്കിൽ ഗൾഫിൽ തന്നെ നിൽക്കേനി നല്ലതെന്ന് തോന്നും. പെണ്ണുങ്ങളും കുട്ടികളും കൂടി ഒരു പറയുന്നുണ്ടാവും, എങ്ങനെയെങ്കിലും ബാപ്പാക്ക് ഒരു വിസയും കൂടി കൊടുക്കാൻ പറ്റുമോ നോക്കിയതിന് നല്ലത്. കാരണം നമ്മളിങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്, അതിനും ഇതിനും ഒക്കെ ബുദ്ധിമുട്ട്. അങ്ങനെയാണ് പല ബാപ്പാരും കൊണ്ട് പുറത്തായിങ്ങാണ്ട് ഉമ്മയും കുട്ടികളും കൊണ്ട് ഒന്നാകണത്. അങ്ങനെ പല സങ്കടമുള്ളവര് നമ്മളെ പല സ്ഥലത്തും ഉണ്ട്. മിഞ്ഞാന്നും ഒരാൾ വിളിച്ചു, ഉസ്താദേ ഞാൻ ഗൾഫിൽ കൂടെ ഒക്കെ കഷ്ടപ്പെട്ട് നടന്ന് പെരണ്ടാക്കി, അതുണ്ടാക്കി, ഇതുണ്ടാക്കി, ഇപ്പൊ കുട്ടികളും തള്ളിന്ന് ഒന്നായിങ്ങാണ്ട് ഇന്നെ ഒഴിവാക്കിക്കണ. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ നാട്ടിൽ വന്നിട്ട് പണി ചോദിച്ചു. പണിയൊന്നുമില്ല. എന്നാ ഓരോ ഒഴിവാക്കിയ വെറുതെ അല്ല അറിഞ്ഞ കണ്ടീനൊക്കെ ചൊറിഞ്ഞുകൊണ്ടും. അപ്പൊ അള്ളാഹു നമുക്ക് ഖൈറ് തരട്ടെ.